വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നടത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് കറീൻ്റെ റെസിപ്പി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചാമ്പൊക്കെ വെച്ചിട്ടുള്ള അച്ചാറുണ്ടല്ലോ, അതും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. രാവിലെയുള്ള അടുക്കളയിലെ തിരക്കും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയും കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ. അവരൊക്കെ ഒന്ന് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അങ്ങനെ അപ്പോൾ നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ രാവിലത്തെ വെള്ളം കൂടി റഫീഖാക്ക് വാക്കുള്ള ചായ കൊടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം എൻ്റെ കുളിയും കൂടെ കഴിഞ്ഞിട്ടാണ് ഇന്ന് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ചില ദിവസം അങ്ങനെ നേരത്തെ തന്നെ നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം ഇന്ന് അതിൻ്റെ ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വരലുണ്ട്. പിന്നെ പണീൻ്റെ ഇടയിലും അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ. അതൊക്കെ ആ ഓരോ ദിവസത്തെ മൂഡിനനുസരിച്ച് ഒക്കെ അങ്ങ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പുട്ട് ഞാൻ മുന്നേ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. പുട്ടിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ട്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വ്യൂസിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ വലിയൊരു കപ്പ് വെള്ളം കൂടെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ. പിന്നീട് നമ്മൾ അതിലേക്ക് അങ്ങ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോന്നായിട്ട് മറന്ന് അങ്ങനെ പോകില്ലേ. അപ്പോൾ അതിന് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതങ്ങ് കുടിച്ചാൽ ഒരു കാര്യമല്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓർമ്മ വരുമ്പോൾ വന്നിട്ട് വെള്ളം കുടിക്കുക, അങ്ങനെയാണ് കേട്ടോ. ഒരു 4-5 കപ്പ് എന്തായാലും രാവിലെ വെള്ളമൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. ചിലപ്പോഴൊക്കെ ഞാനും മറന്നു പോകലുണ്ട്, എന്നാലും ഓർത്ത് മാക്സിമം കുടിക്കാനായിട്ട് ശ്രമിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ബീഫ് എടുത്തിട്ട് ഞാൻ നടക്കാൻ പോകുമ്പോൾ പുറത്ത് വെക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഇപ്പോൾ എടുത്തിട്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പുട്ടിനുള്ള നമ്മുടെ പൊടി ഉണ്ടല്ലോ അതൊന്ന് കുഴച്ചെടുക്കണം. അതൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പത്തിരിപ്പൊടി കൊണ്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 കപ്പ്, ഈ കപ്പിന് 2 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത പച്ചരിപ്പൊടിയാണ് കേട്ടോ. വറുക്കാത്ത പച്ചരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും യൂസ് ചെയ്യുക. അപ്പോൾ ഇത് വറുത്തതാണ്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്ത കപ്പില്ലേ അതിന് സെയിം കപ്പിന് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുമല്ലേ അതുപോലെ പൊടി അങ്ങോട്ടിട്ടിട്ട് വാട്ടിയിട്ടെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു പുട്ടിന് ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള എല്ലാ പുട്ടിനും ഭയങ്കര ഡിഫറെൻ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ പിറ്റേ ദിവസം എടുത്താലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ചോറൊക്കെ ഉപയോഗിച്ചിട്ട് സോഫ്റ്റുള്ള പുട്ട് ഉണ്ടാക്കുക, എന്നാലും അത് ചോറൊക്കെ ചേർത്തിട്ടല്ലേ. നമ്മൾ രാവിലെ തന്നെ ചോറൊന്നും കഴിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ പച്ചരിയൊക്കെ ആയിരിക്കും കൂടുതൽ ഒന്നും കൂടെ ഹെൽത്തി ആയിട്ടുണ്ടാവുക. ഉച്ചക്ക് എന്തായാലും നമ്മൾ ചോറൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ പച്ചരിൻ്റെ ആയിരിക്കും ഒന്നും കൂടെ ഹെൽത്തി ആയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നമ്മളെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മുടെ പൊടിക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ കുറച്ച് കയറ്റിയിട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മളിത് പൊടിക്കുന്ന സമയത്ത് കുറച്ച് ഇതുപോലെ തന്നെ പച്ചരിപ്പൊടി ചേർത്തിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങനെ മിക്സീൻ്റെ ജാറിൽ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ പൊടി വാട്ടൂലേ പത്തിരിക്ക്, അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഡ്രൈ ആയി വരില്ല, വെള്ളം ഡ്രൈ ആയി വരും. എന്നിട്ട് ഓഫാക്കണ്ട. വെള്ളം ഡ്രൈ ആയി വന്നാലും ചെറിയ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എന്താ ചെയ്യുക, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് ഓഫാക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതിൻ്റെ ലുക്ക് കണ്ടിട്ട് ഇങ്ങനെ കട്ടയായിട്ടൊക്കെ ഉണ്ടാവും, ഒന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നാലും കട്ടയൊന്നും ഉടയില്ല, വലിയ കട്ടയൊക്കെ പോവും, എന്നാലും ഇതുപോലൊക്കെ തന്നെ ഉണ്ടാവും, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് 2 മിനിറ്റിന് ശേഷം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൊടിച്ചെടുക്കുന്നത് നമുക്ക് ചൂടോടെ വേണമെങ്കിലും പൊടിച്ചെടുക്കാം, തണുത്തിട്ടായാലും ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ചൂടോടെ തന്നെ അങ്ങ് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് പച്ചരിപ്പൊടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണേ.
അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സീൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ചൂടോടെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് പൊടിക്കാൻ പറ്റും കേട്ടോ. നമുക്കിതിന് റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കഴിയും. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒരു 2 പ്രാവശ്യം ക്രഷ് ചെയ്തൊക്കെ ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് 2-3 ടീസ്പൂൺ പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ. അത് നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇനിയൊന്ന് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതിൽ ഒന്നുകൂടെ തരികളുണ്ട്, കുറച്ച് വലിയ തരികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവട്ടെ. അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് പൾസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് ഫൈനായിട്ടല്ല, നമ്മൾ പുട്ടിൻ്റെ ചെറിയ തരിയോട് കൂടിയിട്ടുണ്ടല്ലോ ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്യുമ്പോൾ തിരിയും കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അത് ആവാനുള്ള പത്തിരിപ്പൊടി നിങ്ങൾ കുഴക്കുന്നതിനും വെള്ളത്തിനും അനുസരിച്ച് ചിലപ്പം വ്യത്യാസമൊക്കെ വരും. ചിലപ്പം കുറച്ച് പത്തിരിപ്പൊടി ചേർത്താൽ മതിയാവും, ചിലപ്പം കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല, ഈ ഒരു രീതിയിൽ നമുക്ക് പൊടി കിട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിനി എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പൊടിയെല്ലാം ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് പൊടി എടുത്താലും നമുക്ക് ഒരുപാട് ഉണ്ടാകും, കാരണം എക്സ്ട്രാ നമ്മൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് ഞാൻ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാൻ പോകാണ്. അപ്പോൾ ഇത് രാവിലത്തേക്കല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് തണുത്താലാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ ഇത് തലേ ദിവസം ആക്കി വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഫ്രീസറിൽ വെക്കണ്ട, തലേ ദിവസം ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ താഴത്തെ ഒരു ബോക്സിലാക്കി താഴെ വെച്ച് കൊടുത്താൽ രാവിലെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നനച്ച് കൊടുത്താൽ പെട്ടെന്ന് എന്താ പറയുക നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. സാധാ പുട്ടുപൊടി കുഴക്കുന്ന ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം എനിക്ക് രാവിലെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ രാവിലെ പൊടിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചത്. അപ്പോൾ 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് തണുത്ത് കിട്ടുമല്ലോ. എന്നിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. തലേ ദിവസം ആക്കി വെച്ചാൽ ഒന്നുകൂടെ ഈസി ആവും, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കേട്ടോ എൻ്റെ പണികൾ പെട്ടെന്ന് തീർക്കൽ. അപ്പോൾ ഇപ്പോൾ പുട്ടിന് കുഴച്ച അങ്ങനത്തെ 1-2 കാര്യങ്ങളേ ഉള്ളൂ. അതൊന്ന് സിങ്കിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് വേഗം ഒന്ന് കഴുകി. ഈ വട്ടയുണ്ടല്ലോ, ഇത് ഞാൻ ഇവിടെ തന്നെ വെക്കും കേട്ടോ. ഇതിലേക്കാണ് കഴുകിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അതവിടെ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാലിയാക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പാത്രം കഴുകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവട്ടെ, ഇങ്ങനെ വലിച്ചിടാൻ തോന്നില്ല. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മളെ ഒരു റാക്ക് ഉണ്ടല്ലോ, എൻ്റെ സ്റ്റീലിലൊരു റാക്ക് ഉണ്ടല്ലോ, ഞാൻ പാത്രങ്ങൾ ഇട്ട് വെക്കുന്നത്, വെള്ളം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇനി പിന്നീട് എല്ലാ പാത്രങ്ങളും കൂടെ കഴുകി കഴിഞ്ഞിട്ട് അതിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടി നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഓക്കെയാണ്. ഇനി ബീഫ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ ഇത്. നമുക്ക് പൊറോട്ടയ്ക്കും പത്തിരിക്കും ചപ്പാത്തിക്കും പുട്ടിനും എല്ലാത്തിനും കോമ്പിനേഷനായിട്ട് പറ്റുന്ന, എന്നാൽ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഭയങ്കര ഈസിയാണ് കേട്ടോ. അതാണ് ഞാൻ ഇത്രയും പറയുന്നത് ആയിട്ടുള്ള റെസിപ്പിയാണ്. അത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞാൻ ബീഫൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഫുഡായാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി ഒക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടമല്ലേ. ഇപ്പോൾ റഫീഖയ്ക്ക് ഇന്ന് കുറച്ച് വൈകി പോയാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പുട്ട് റഫീഖയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ പുട്ടും ബീഫും ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എപ്പോഴും അങ്ങനെ ടൈമൊന്നും കിട്ടില്ല, ഒന്ന് ഇരുന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും ഫ്രീ ആയിട്ട് ഒരു സമയമൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ള സമയം നമ്മൾ യൂസ് ചെയ്യുക. ഫാമിലീൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അവരും നമ്മളെ പാർട്ട്ണറും ശ്രദ്ധിക്കാനുണ്ട്. അപ്പോഴാണ് 2 പേരും കൂടെ ചേർന്നാലാണ് നമ്മൾ ഫാമിലി നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് എപ്പോഴും കൊണ്ടുപോകാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ ഫാമിലി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ, നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ, നമുക്ക് ഒരു ചിലവും ഇല്ലാണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര പൈസ ചിലവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ പരസ്പരം സംസാരിക്കാൻ പോലും ഇല്ലാത്ത ഒരു രീതിയിലാണ് ഇന്നത്തെ ഫാമിലിയും. എല്ലാ ഫാമിലിയും ഞാൻ പറയുന്നില്ല, കുറേയൊക്കെ അങ്ങനെ തന്നെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാതെ രാവിലെ ആവുന്നു രാത്രി ആവുന്നു അങ്ങനെ പോകുന്നു. അവരെ ജോലി കാര്യങ്ങളായിട്ട് അവർ, നമ്മളെ ജോലിയും കാര്യങ്ങളായിട്ട് നമ്മൾ, മക്കളും ഒരു ഭാഗത്ത്, അങ്ങനെ ലൈഫ് പോകുന്നവരുണ്ട് കേട്ടോ. എല്ലാവരെയും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്നവരെയും എനിക്കറിയാം, അങ്ങനെയും ഉള്ളവരുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും ഫാമിലിയും ഒക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റുള്ള അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ അല്ലാത്ത അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ പരസ്പരം സംസാരിക്കുക കേട്ടോ. കാരണം ഇപ്പോൾ നമ്മളെ ഹസ്ബൻഡ് ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം,
നമ്മളെ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭാര്യനോടും അതുപോലെ തന്നെ മക്കളോടും സംസാരിക്കാൻ പ്രത്യേകിച്ച് വിഷയമൊന്നും വേണമെന്നില്ല. നിങ്ങൾ പോകുന്ന വഴിക്ക് ഉണ്ടായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓഫീസിലുണ്ടായ കാര്യങ്ങൾ, തമാശയായാലും കാര്യങ്ങളായാലും എല്ലാം പറയാൻ പറ്റുന്നത് എല്ലാം സംസാരിക്കാം കേട്ടോ. ഓരോ കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്കായാലും നമുക്ക് വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പറയാം കേട്ടോ. കാരണം അതും അവർ എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ. നമ്മൾ ചിലപ്പം പൊട്ടത്തരങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നല്ല രസമായിട്ട് നമ്മുടെ ഫാമിലിയിൽ വരണം. അതുപോലെ തന്നെ നമ്മളെ മക്കൾക്കായാലും സംസാരിക്കാനുള്ളൊരു ആ സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അവരെയും കൂട്ടിയിട്ട് നമ്മൾ മൊത്തം എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് അങ്ങനെ സംസാരവും തമാശയും ഒക്കെ ആയിട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഓഫീസിലെ പ്രശ്നങ്ങളായാലും എന്തുതന്നെയായാലും നിങ്ങൾ തുറന്ന് പറയുമ്പോൾ തന്നെ അത് നിങ്ങൾക്കത് മനസ്സിൽ നിന്ന് ഒരുപാട് ഒരു ഫ്രീ ആകുന്ന പോലെ തോന്നും. അതുമല്ല, പാർട്ട്ണർ അത് കേൾക്കുന്ന സമയത്ത് നിങ്ങളെ മൈൻഡിന് ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നും, ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്നെ കെയർ ചെയ്യാനും ഒരാളുണ്ട് എന്നൊരു തോന്നൽ നിങ്ങളെ ഉള്ളിൽ വരും. അതിപ്പോൾ തിരിച്ച് നമുക്കും അങ്ങനെ തന്നെ അല്ലേ. നമ്മൾ പെണ്ണുങ്ങൾക്കായാലും നമ്മളിപ്പോൾ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് നമുക്ക് വിഷമമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ കാര്യമായിരിക്കും, എന്നാലും അത് അവരോട് പറയുമ്പോൾ അവർ കേൾക്കാണ്ടിരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഒന്നുകൂടെ വിഷമാവുക ചെയ്യുക. പക്ഷെ അവരത് കേട്ടാൽ മതി, അതിന് മറുപടി ഒന്നും പറയണ്ട. അവരത് കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആവില്ലേ. നമ്മളതെല്ലാം നമ്മൾ മറന്നു പോകും. ആ ഒരു വിഷമമൊന്നും നമുക്ക് പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ ആവുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ തിരിച്ചും അവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംസാരത്തിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും നമ്മൾ ബന്ധത്തിൻ്റെ ആഴം കൂട്ടാനും അതുപോലെ തന്നെ ഹാപ്പിനെസ് ഹാപ്പിനെസ് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും കേട്ടോ. രണ്ടുപേരും അതിനായിട്ടൊന്ന് അതൊന്ന് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. ആ ഒരു രീതിയിലൊന്ന് നമ്മളെ ഫാമിലിയെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫാമിലി എപ്പോഴും ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. കുറേ പേർക്ക് യൂസ്ഫുൾ ആവുന്നു എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മളെ ബീഫൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ബീഫൊക്കെ കഴുകിയ വെള്ളം, മീൻ അങ്ങനത്തെ ഒക്കെ കഴുകിയ വെള്ളം ഞാൻ കറിവേപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കറിവേപ്പിലേക്ക് എന്ത് വളം ഇട്ട് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. ഫസ്റ്റ് കഴുകുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് മീനിൻ്റെ ആയാലും ബീഫിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കറിവേപ്പിലേക്ക് നല്ല എഫക്റ്റ് ആവുന്നുണ്ട് അത്. അപ്പോൾ ഇനി ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് നമ്മൾ ബീഫ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ബീഫ് എടുത്തിട്ടില്ല കേട്ടോ, പകുതി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ പകുതിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം അത് കഴുകിയിട്ട് ആ സിങ്കൊക്കെ ഒന്ന് സോപ്പിട്ട് ലിക്വിഡിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ബീഫിലേക്കുള്ള വെജീസൊക്കെ ഒന്ന് കട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില ആവശ്യമുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സവാള, അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഇഞ്ചി, അത് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി, ചതക്കേണ്ട ആവശ്യമൊന്നും ഈ ഒരു കറിക്ക്. അതാ ഞാൻ പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണെന്ന് കേട്ടോ. ഇനിയിപ്പോൾ കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കണം. ഇനിയിപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് വഴറ്റി കൊടുക്കുക 1 മിനിറ്റ്. ആ ഫ്ലേവറൊക്കെ ഒന്ന് എണ്ണയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. കുറേ സമയമൊന്നും വേണ്ട, ഏകദേശം ഒരു 1 മിനിറ്റെങ്കിലും. ഇനിയിപ്പോൾ നമ്മുടെ സവാള, ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതൊന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് അടച്ചിട്ട് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ, ഒരുപാട് വെന്ത് വാടിക്കൊഴിയൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയി കേട്ടോ. സവാളയുടെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ലോണം തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി. അപ്പോൾ കറികളൊക്കെ ഇങ്ങനെ ഈസി കറികളൊക്കെ ആണ് കേട്ടോ ഞാൻ എൻ്റെ വ്ളോഗിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു ചെറിയ തക്കാളി കേട്ടോ, ചെറിയ തക്കാളിയാണ് എടുത്തിട്ട്, വലുതെടുക്കണ്ട, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴുത് വരട്ടെ. ഇനിയിപ്പോൾ ഇപ്പുറത്ത് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ തവിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇളക്കിയ തവിക്ക് ഗ്യാസിൻ്റെ മുകളിലും ഒന്നും വെക്കാതെ അതിലേക്ക് വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. പെട്ടെന്നൊന്നും നാശമാവില്ല. നമ്മളെ കൗണ്ടർ ടോപ്പ് ഒന്നും വൃത്തികേടാവാണ്ടിരിക്കും.
ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മസാലസ് ചേർത്ത് കൊടുക്കുക. ഒന്നുമില്ല കേട്ടോ, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് മസാല ഇതിൽ ആവശ്യമില്ല. ഇനിയിപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ക്രഷ് ചെയ്തത്, ഫൈനായിട്ട് പൊടിക്കണ്ട, അങ്ങനെ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ മസാലേൻ്റെ പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബീഫിലേക്കുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ സവാളയിൽ ചേർത്ത് കൊടുത്തതാണ്. എന്നിട്ട് 1 മിനിറ്റ് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. മൊത്തം ഫ്ലെയിമൊന്നും കുറച്ച് വെച്ച് കൊടുക്കണ്ട, മൊത്തം ഒന്ന് എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ ആവുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം വേണേ ചേർത്ത് കൊടുക്കുക. വരട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കണ്ട. എനിക്കിപ്പോൾ കുറച്ച് ഗ്രേവി, കുറച്ച് കറി പോലെ വേണം കേട്ടോ, ഒരുപാടല്ല എന്നാലും. അപ്പോൾ ഞാൻ കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുത്തിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റൊക്കെ വേകുമ്പോഴത്തേക്ക് നമ്മളെ ബീഫ് വെന്ത് വരും. ഓരോ ബീഫും ഓരോ വേവാണല്ലോ, അപ്പോൾ നിങ്ങൾ ബീഫിനനുസരിച്ച് നിങ്ങൾ വേവിക്കുക കേട്ടോ. ഇനി വെന്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി അതുവരെ എടുത്ത മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ പണികളൊക്കെ തീർക്കാൻ പറ്റുന്ന ആ ഒരു രീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടിനുള്ള വെള്ളം കൂടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പുട്ടിൻ്റെ തൂക്ക് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചിരവ എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് പറയലുണ്ട് കേട്ടോ. കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണെന്നൊക്കെ. അപ്പോൾ ഞാനിത് ഏട്ടത്തിൻ്റെ മോളെ ഷോപ്പുണ്ടായിരുന്നു കേട്ടോ, അവിടെ നിന്ന് വാങ്ങിയതാണ് വൈത്തിരിന്ന്. അപ്പോൾ ഇപ്പോൾ അതില്ല കേട്ടോ അവിടെ. അപ്പോൾ ഇത് എല്ലായിടത്തും ഉണ്ടാകും, കോമൺ ആണ്. ഇത് വുഡാണ് കേട്ടോ. ഇതൊന്നുമില്ല, ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമ്മളതിലേക്ക് ഇങ്ങനെ ചേർന്ന് നിന്നാൽ ഇങ്ങനെ ചിരകാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. നല്ലതാണ്. എനിക്കിതുവരെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അത് എന്തായാലും അതിൻ്റെ ഇരുമ്പിൻ്റെതിനേക്കാളും നല്ലത് വുഡായിട്ടാണ് എനിക്ക് തോന്നിയത്. കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഇളകി കളിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ പൊടി ഉണ്ടല്ലോ, പുട്ടുപൊടി, അതൊക്കെ നല്ല തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നനച്ചെടുക്കുന്നുണ്ട്. സാധാ പുട്ടുപൊടി നനച്ചെടുക്കുന്ന പോലെ കുറേ വെള്ളമൊക്കെ തളിച്ച് പതുക്കെ ഒന്നും നമ്മൾ നനച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പുട്ടുപൊടിയിട്ട് ഈ ഒരു പരുവുണ്ടല്ലോ, നമ്മളിങ്ങനെ കട്ടയാക്കുമ്പോൾ കട്ടയാവും, ഇങ്ങനെ പൊടിക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോകണം. അതാണ് കറക്റ്റ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പുട്ടും തൂക്കിലേക്ക് തേങ്ങയും പൊടിയും ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ നിങ്ങളിത് ചെയ്തെടുക്കുകയാണെങ്കിൽ തലേ ദിവസം പൊടിയൊക്കെ റെഡിയാക്കി വെച്ചാട്ടോ. രാത്രിയിൽ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. എന്നിട്ട് രാവിലെ നിങ്ങൾ ചുടുന്ന സമയത്ത് എടുത്തിട്ട് നനക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നനക്കുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നനച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. കട്ടയില്ലാതെ, കട്ടയൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ പറയേണ്ടത്. ഭയങ്കര ടേസ്റ്റാണ്. പുട്ടിന് നല്ല സോഫ്റ്റാണ്, നല്ലൊരു ചൊവ്വയാണ് കേട്ടോ. പുട്ട് കഴിക്കുന്ന സമയത്ത് പുട്ട് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാവും. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ ഞാൻ ചാമ്പക്ക കാണിച്ചപ്പോൾ ചാമ്പക്ക അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചാമ്പക്ക ഒന്ന് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അച്ചാർ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരുപാടൊന്നും ഇടുന്നില്ല കേട്ടോ. കുറച്ച് നിങ്ങൾക്ക് റെസിപ്പിക്ക് വേണ്ടി മാത്രം ഞാൻ കുറച്ചൊന്ന് ഇട്ടിട്ട് കാണിക്കുകയാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് അച്ചാർ ചിലവാകില്ല കേട്ടോ. ഇപ്പോൾ നോമ്പിന് ഉണ്ടാക്കിയത് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. കുറച്ച് എല്ലാവരും കഴിക്കുള്ളൂ, തോന്നുമ്പോൾ മാത്രമേ അച്ചാർ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഇന്നലെയും മഴയത്ത് വീണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കുറേയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഞാൻ നമ്മൾ ആവശ്യത്തിനുള്ളത് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കണ്ടില്ലേ ഒരുപാട് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിലത്ത് വീണ് പോയാൽ പിന്നെ ചാമ്പക്ക ഒന്നിനും പറ്റില്ല കേട്ടോ. വേഗം പുഴുവും വരും. ഇപ്പോൾ മഴയും കൂടെ പെയ്യുന്നതല്ലേ. മഴയില്ലെങ്കിൽ നല്ല മധുരം അല്ലെങ്കിലും പുളി ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളെ പുട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആവിയൊക്കെ വന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ട് ഞാൻ ഓരോന്നായിട്ട് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാമ്പക്ക അച്ചാർ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് പോവുമല്ലേ, അപ്പോൾ അവർക്കും കൊടുത്തുവിടാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. വിനാഗിരി ഒന്നും ചേർക്കാതെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ അവർ കഴിക്കുന്നതിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ചാമ്പക്കയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ഒരു ടർക്കിയിൽ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട്, അച്ചാറിന് ഇപ്പോൾ ചെറിയ പീസല്ലേ നല്ല ഭംഗി ഉണ്ടാവുക, അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല, വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയും പച്ചമുളകും, ഇഞ്ചി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ലത് തന്നെയാണ്. പക്ഷെ എനിക്ക് ആ ഇഞ്ചിൻ്റെ ഫ്ലേവർ ചിലതിലൊന്നും ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ അടുത്ത കുറ്റിപ്പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബീഫ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അച്ചാറിലേക്കുള്ള കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിൽ ഒരു പീസ് ഇഞ്ചി എടുത്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് റഫായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കഴുകി ഇതാ ഒന്ന് തുടച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് ഇതാ എയറെല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെന്തോ നോക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ. കണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റിയില്ലേ. ബീഫൊക്കെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രേവിയിൽ നമുക്ക് ഇത്രയും കറി ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് വരട്ട് പോലെ എടുക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. പുട്ടിൻ്റെ കൂടെയൊക്കെ അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ കുറച്ചുകൂടെ കറിവേപ്പില നല്ല ലാവിശായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ കറി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അച്ചാറും കൂടെ ഒന്ന് ആക്കിയെടുക്കട്ടെ. ഇന്നിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് റഫിക്ക ഫുഡ് കഴിക്കാൻ വരില്ല. പിന്നെ കുറച്ച് കറികൾ അങ്ങനത്തെ ഒക്കെ ബാക്കിയുണ്ട് കേട്ടോ. മീൻ കറി അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ ബീഫും കറി വെച്ചില്ല, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ലഞ്ച് കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇതാ നമുക്ക് ഇനിയിപ്പോൾ അച്ചാറിലേക്ക് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉലുവ, ചെറിയൊരളവ് മതിയിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ എണ്ണ ഞാൻ ചെറിയ അളവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കൂടുതൽ ചേർത്ത് കൊടുക്കട്ടെ. എനിക്കങ്ങനെ ഓവർ എണ്ണ ഇഷ്ടമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യട്ടെ. ഞാൻ നല്ലെണ്ണ എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾ എടുത്ത് വെക്കാനൊക്കെ ആണെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്തോ. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു പീസ് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ കട്ട കായ ഉണ്ടല്ലോ, അതായതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് 1 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ, ഒരുപാട് വേണ്ട. അതിനുശേഷം നമുക്കിതാ മസാലസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4-5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവെല്ലാം മസാലയെല്ലാം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ഇത് കറക്റ്റായിരുന്നു. എന്നിട്ട് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക മസാല. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചാമ്പക്കേൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനിയൊന്നുമില്ല, ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുത്തു വെക്കാനുള്ളതാണ് നല്ലെണ്ണ ഉപയോഗിച്ചോട്ടോ. കുറച്ച് നാൾ ഇരിക്കേണ്ടതാണ് നല്ലെണ്ണ ഉപയോഗിച്ച്. അല്ലെങ്കിൽ വെളിച്ചെണ്ണയായാലും ഓയിലാണെങ്കിലും ഒന്നും പ്രശ്നമില്ല കേട്ടോ. ഇത് ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്, നമുക്ക് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാനും പറ്റും. മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ചാമ്പക്കയിലേക്ക് കുറച്ച് വെള്ളം മതി. അതിങ്ങനെ വെള്ളം ആയിട്ട് വരും. അത് വെള്ളമുള്ള സംഭവമാണല്ലോ. അപ്പോൾ ഇതിന് പകരം ഞാനിപ്പോൾ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ അതിന് പകരം വിനാഗിരി വേണേൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വിനാഗിരി ആവശ്യമുണ്ടെങ്കിൽ. അപ്പം ഞാനിപ്പം വിനാഗിരി വേണ്ട എന്നുള്ളതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്തത്. കാരണം എന്താ പറയുക, ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. ഇന്ന് ഒന്ന് തണുത്ത് കിട്ടുമ്പോൾ തന്നെ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കും. 1 മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പൂപ്പലോ അങ്ങനെ കാര്യമൊന്നും വരില്ല കേട്ടോ. വിനാഗിരി ഒഴിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് ഈ രീതിയിലൊക്കെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അവർക്ക് ലഞ്ച് ബോക്സിൽ ഒക്കെ ലഞ്ചിൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാനൊക്കെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ നല്ലത്. നെല്ലിക്ക അങ്ങനത്തെ ഒക്കെ ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ നാൾ ഇരിക്കേണ്ടതാണെങ്കിൽ ഈ വെള്ളത്തിന് പകരം വിനാഗിരി മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ ഒരുപാട് നാൾ ഇരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഉപ്പും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു കേട്ടോ. ആ ഉപ്പ് ചേർത്തതിൻ്റെ കൂടെ. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. പൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. ഇതിപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തണുക്കുന്നതിനനുസരിച്ച്. ഇപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലായതുകൊണ്ടാണ് അതൊന്ന് ചട്ടിയിലേക്ക് മാറ്റിയത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ലഞ്ച് ഇന്ന് ആക്കുന്നില്ല എന്ന്. അപ്പം നമ്മളൊന്ന് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. പുട്ടും ബീഫ് കറിയും എല്ലാം കൂട്ടിയിട്ട് കഴിക്കട്ടെ കേട്ടോ. ഇപ്പോൾ റഫീഖാക്കും പോകാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രാവിലത്തെ കിച്ചണിലെ കാര്യങ്ങൾ എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഇതിൽ എക്സ്ട്രാ വരുന്നത് ഇപ്പം ഞാൻ ആ പുട്ടൊക്കെ ഇങ്ങനെ ആക്കാൻ വെച്ചില്ലേ,
ആവി വരാൻ വെച്ച് ബീഫൊക്കെ വെച്ച് ആ ഒരു ടൈമിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പോയിട്ട് മുറ്റടിച്ചിട്ട് വരും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ, കിച്ചണിലെ കാര്യങ്ങൾ മാത്രം കാണിക്കാമെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പുറത്തേക്കൊന്നും വീഡിയോ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് മുറ്റും അന്ന് അടിച്ചിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ്. അല്ലാതെ ഇവിടെ തന്നെ നിന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങോട്ട് ചെയ്ത് തീർക്കുകയാണ് ചെയ്യുക. അപ്പോൾ രാവിലെ ഞാൻ ആദ്യം ചെയ്യുന്ന ബെഡ് മേക്കിങ്ങും കാര്യങ്ങളും അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ദാ ഈ ഒരു സോപ്പ് ഡിസ്പെൻസർ ഉണ്ടല്ലോ, നമ്മൾ ഡിഷ് വാഷ് ഡിസ്പെൻസർ, അതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെത് ഇത് നല്ലതാണ് കേട്ടോ. ഇതിന് മുമ്പ് ഒന്ന് വാങ്ങിയിട്ട് ഞാനത് ജാംജും എന്നാണ് വാങ്ങിയത്. ജാംജും തന്നെ തിരിച്ചു കൊടുത്തു കേട്ടോ. ഓൺലൈൻ കിട്ടുന്ന ആ സംഭവം തന്നെയാണ് കേട്ടോ. സെയിം വാങ്ങിയിട്ട് നന്നായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതിൽ അടിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ, സൂപ്പറാണ്. അടി പ്ലാസ്റ്റിക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നന്നായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും വാങ്ങാവുന്നതാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ. ഇനിയിപ്പോൾ ഞാൻ ചായ കുടി കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ അതുവരെയുള്ള ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകിയെടുക്കട്ടെ. നമ്മൾ സാവധാനത്തിലാണ് കേട്ടോ കഴുകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്പീഡിലിട്ട് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ സാവധാനത്തിൽ കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു വീഡിയോ 2 വീഡിയോ കൊണ്ട് പാത്രം കഴുകൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് എനിക്ക് തന്നെ അറിയാം കേട്ടോ, എനിക്കും അറിയാം. പക്ഷെ നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാവരും ഇങ്ങനത്തെ മോട്ടിവേഷൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഓടിപ്പോയി പണിയെടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ട് എന്നൊക്കെ കമൻറ്റിൽ കുറേ പേര് പറയലുണ്ട്. അപ്പോൾ അതുതന്നെയാണ് നമ്മളെ വിജയമായിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. എനിക്കും അങ്ങനെ ഒരുപാട് വീഡിയോ കാണുമ്പോൾ അങ്ങനെ തോന്നലുണ്ട് മുന്നേ. ഇപ്പോൾ പിന്നെ അതിനോട് സമയം കിട്ടില്ല കാണാൻ. അതുപോലെ കുറേ പേര് വീഡിയോയിൽ ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേരൊക്കെ ഒന്ന് ഞാൻ പറയാം. ഷംന അൻസാർ, ഹസി ഇസ്മായിൽ തിരൂർ, നൂർസിയ KP, സുനീറ ജലീൽ, പ്രസി ഷാജി, മുഹമ്മദ് സിനാൻ, നൈറ നിസാർ, സിൽന ഷാനു, സലീന പി ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഹായ് പറയണേന്ന് കുറേ പ്രാവശ്യം. സിംന, അങ്ങനെ ഇവരൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ബിഗ് ഹായ് കേട്ടോ, വലിയ ഹായ്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ, നിങ്ങൾ സ്നേഹത്തോട് പറയുന്നതല്ലേ. അപ്പം ഞാൻ ഇനിയും ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേരതാണ് ഇപ്പോൾ ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനും നല്ല വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാനും ഒക്കെ ഒരു ഇഷ്ടം തോന്നുക കേട്ടോ. നല്ല വീഡിയോ ചെയ്യാനൊക്കെ ഉള്ളൊരു നമുക്ക് പറയാം, എന്താ പറയുക, എൻ്റെ മോട്ടിവേഷൻ നിങ്ങളാണ്. നിങ്ങളെ മോട്ടിവേഷൻ ഞാനാണെങ്കിൽ എൻ്റെ മോട്ടിവേഷൻ നിങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. പ്ലീസ് സപ്പോർട്ട് മീ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.